കർണാടകയിലെ ഷിരൂരിൽ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തിവെച്ചു. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലിറങ്ങാനായില്ല. നദിയുടെ മധ്യഭാഗത്ത് നടത്തിയ പരിശോധനയിൽ മൺകൂനയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു. ലോറിയുടേതിന് സമാനമാണ് സിഗ്നൽ. ഐപോഡ് പരിശോധനയിലാണ് നദിയിൽ നിന്ന് പുതിയ സിഗ്നൽ ലഭിച്ചത്. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ തെരച്ചിൽ നിർത്തിവെക്കുമ്പോൾ നിരാശ തന്നെയാണ് ഫലം. ഡീപ് ഡൈവർമാർക്ക് നദിയിലിറങ്ങാൻ കഴിഞ്ഞില്ല. കനത്ത കുത്തൊഴുക്ക് തിരിച്ചടിയായി തന്നെ നിലനിൽക്കുന്നു. ഇന്ന് ഏതാണ്ട് 8 നോട്ട്സിനടുത്ത് വരെ ആ കറണ്ട് ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്താണ് ദൌത്യ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം? എന്തായാലും ദൌത്യം തുടരാനുള്ള തീരുമാനം ആശ്വാസകരമാണ്. അതിന് കേരളത്തിന്റേതുൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇനിയുള്ള നീക്കങ്ങൾ എന്താണ്? രേണുക, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് ലഭിച്ച ഒരു 4ാമത്തെ സിഗ്നൽ തന്നെയാണ്. അത് ഈ പുഴയുടെ നടുവിൽ ഏതാണ്ട് പക്ഷേ ഈ കരയിൽ നിന്ന് ഏതാണ്ട് 60 മീറ്ററോളം അകലെ പുഴയിൽ രൂപപ്പെട്ട ഒരു മൺകൂനയിലാണ് ഈ സിഗ്നൽ കണ്ടത്. അവിടെ ഒരു ലോറിയുടെ സമാനമായ സിഗ്നൽ എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ, ഇത്തരത്തിൽ നേതൃത്വം നൽകുന്നവർ നമ്മളോട് വ്യക്തമാക്കിയത്. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും നാളെ അന്വേഷണം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം, ഇതുവരെ കിട്ടിയ സിഗ്നൽസ് ഒക്കെ സ്കാറ്റേർഡ് സിഗ്നൽസ് ആണ്. അതായത് വ്യത്യസ്തമായ തരത്തിൽ നമുക്കൊരു കാര്യങ്ങളൊന്നും കൺഫേം ചെയ്യാത്ത തരത്തിലുള്ള സിഗ്നലായിരുന്നു. പക്ഷേ ഇന്നത്തെ സിഗ്നലിനെ കുറിച്ച് പറയുന്നത് ശക്തമായ സിഗ്നലാണ്. അത് ആ തരത്തിൽ തന്നെ ഈ ലോറിയുടേതിന് സമാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷ ഉയരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരുപക്ഷെ ഇന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിരുന്ന ഒരു ദൗത്യം അത് നാളെയും ഉണ്ടാകും, അർജുനെ കണ്ടെത്തുന്നവരെ ഉണ്ടാകും എന്ന തീരുമാനത്തിലേക്ക് പോലും എത്തിയത് എന്ന് വേണം കരുതണം. കാരണം ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് അർജുന്റെ കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. ഇവിടെ ഈ ഗംഗാവാലിയിലെ പ്രശ്നങ്ങൾ അർജുന്റെ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. നേരത്തെ രേണുക പറഞ്ഞ പോലെ വലിയ ശക്തമായ, അതായത് 6 നോട്ട്സ് ആണ് നിലവിലെ ഒഴുക്ക്. നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എങ്കിൽ പോലും ഈ ഒഴുക്കിന്റെ ഒരളവാണ്. കാരണം അത് അത്രത്തോളം ശക്തമാണ് അതിൻ്റെ ഒരു അളവ് എന്നുള്ളതാണ്. 3 നോട്ട്സിൽ താഴെ എത്തിയാൽ മാത്രമേ ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ലോറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കണ്ടെത്താനോ അർജുൻ ലോറിക്ക് ഉള്ളിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനോ സാധിക്കുള്ളൂ. ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് 6 നോട്ട്സ് വരെയാണ് ഈ പുഴയുടെ ഒഴുക്കിന്റെ ഒരു ശക്തി എന്നുള്ളത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു മന്ത്രി എന്നാണ് മനസ്സിലാകുന്നത്. തുടർന്നാണ് മന്ത്രി AK ശശീന്ദ്രനും ഒപ്പം മുഹമ്മദ് റിയാസും ഇവിടെ എത്തുകയും ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. തുടർന്ന് ഒരു ഉന്നതതല യോഗം, ഇത്തരത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ, സൈനിക മേധാവികൾ എന്നിവരടക്കമായി ഒരു ഉന്നതതല യോഗം ഇന്ന് ചേരുകയുണ്ടായി. അവിടെയാണ് ഇന്ന്, അതിനിടയിലാണ് ഈ യോഗം നടക്കുമ്പോൾ തന്നെയാണ് തൊട്ടു മുൻപാണ് ഈ സിഗ്നൽ ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ആ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതീക്ഷാ നിർഭരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിനെ തുടർന്നാണ് തിരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്ന വിവരം തെറ്റാണ് എന്ന സന്ദേശം കളക്ടർ പങ്കുവച്ചത്. തുടർന്ന് എല്ലാവരും ചേർന്ന് നാളെ വിദഗ്ധ സംഘമടക്കം ചേർന്ന് നാളെയും തിരച്ചിൽ പുനരാരംഭിക്കും. ഇന്ന് ഏതാണ്ട് 5:30 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ 7:30 മണിക്ക് തിരച്ചിൽ ആരംഭിക്കാനാണ് ഇപ്പോഴുള്ള ശ്രമം. പക്ഷെ അപ്പോഴും ഈ 11ാം ദിവസം ഇന്നും ഈ സിഗ്നൽ ഒഴിച്ചാൽ മറ്റ് ഡെവലപ്മെന്റ്സ് ഒന്നും അർജുനുമായി ബന്ധപ്പെട്ടുണ്ടായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രേണുക. ഈ അർജുൻ സഞ്ചരിച്ച ട്രക്കിന്റെ ചിത്രം ഗംഗാവലി പുഴയിൽ ഡ്രോൺ പരിശോധന ലഭിച്ചു എന്ന് കാൻവാർ MLA സതീഷ് കൃഷ്ണ പറഞ്ഞതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ചിത്രം ഇവരുടെ പക്കലുണ്ട് എന്ന് പറയുന്നുണ്ട്. ചരിഞ്ഞ നിലയിലാണ് ട്രക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. റഡാർ സോണൽ സിഗ്നലുകൾ കണ്ട സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് എന്നും പറയുന്നുണ്ട്. ഈ കനത്ത മഴയും പുഴയിലെ അടിയൊഴുക്കും ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. അതാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇന്നലെ ഈ ഉന്നതതല യോഗം നാളെയും തുടരും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ 2 മന്ത്രിമാർ, അതായത് മുഹമ്മദ് റിയാസും ഒപ്പം AK ശശീന്ദ്രനും ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ്. ആ ഒരു സമ്മർദ്ദം തന്നെയാണ്, കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് തന്നെയാണ് എന്തായാലും ഈ ദൗത്യം തുടരാനുള്ള നിർണായക തീരുമാനം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഉണ്ടായതും. ഇവിടെ രഞ്ജിത്ത്, ഈ ലോറി സ്പോട്ട് ചെയ്യാനായിട്ടുണ്ട് എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ദൗത്യം തുടരുന്നതിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും അതുതന്നെയാണ്. പക്ഷേ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയ്ക്കടിയിലെ ലോറിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
ഇന്നലത്തെ പരിശോധനയിലും ഇന്നത്തെ പരിശോധനയിലും അതിന് സാധ്യമായിട്ടില്ല. അക്കാര്യം ഇന്ന് കളക്ടർ ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇന്നലെ രാത്രി പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു. രാത്രി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ പരിശോധനയ്ക്ക് കൂടുതൽ കൃത്യത നൽകും എന്നതായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു രാത്രി ഉടനീളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ പരിശോധന നടന്നില്ല. ഇന്ന് വീണ്ടും പരിശോധന നടത്തിയപ്പോഴും അത്തരം ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നത് കളക്ടർ ആവർത്തിച്ച് പറയുകയാണ്. അത് ഒരു ആശങ്കയാകുന്നുണ്ടോ? ലോറി കണ്ടെത്തി ഈ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് നാളെ ഇപ്പോൾ ഫ്ലോട്ടിംഗ് പ്ലാന്റൂൺ ഒക്കെ എത്തി അവിടെ ഡീപ് ഡൈവേഴ്സിന് ഇറങ്ങാനാകുന്ന സാഹചര്യം സൃഷ്ടിക്കാനാകുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയാലും ഈ ബോഡിയുടെ സാന്നിധ്യമില്ല എന്ന റിപ്പോർട്ടുകൾ തുടരെ വരുന്നത് ആശങ്കയാവുകയാണോ? ഈ ലോറി കണ്ടെത്തി എന്ന് തുടർച്ചയായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് രേണുക. അപ്പോഴും ഈ തെർമൽ പരിശോധനയുണ്ട്. അതായത് ഒരു വെള്ളത്തിനുള്ളിൽ അല്ലെങ്കിൽ ലോറിക്കുള്ളിൽ മനുഷ്യനുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കാനുള്ള തെർമൽ പരിശോധനയുണ്ട്. അതിൽ വിജയം കണ്ടെത്തിയിട്ടില്ല എന്നത് ഇത് ബന്ധപ്പെട്ട ഒരു നിർണായകമാണ്. അതായത് അർജുൻ ഈ വെള്ളത്തിനടിയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത, ലോറിയുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഉണ്ടായെങ്കിൽ പോലും അർജുൻ വെള്ളത്തിനടിയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് വലിയൊരു പ്രശ്നമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ നേവിക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ അവിടെ ഇറങ്ങി ഈ ലോറിയുടെ ഉൾവശം പരിശോധിച്ചിരുന്നു എങ്കിൽ ഈ പറഞ്ഞതുപോലെ അർജുന്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നേനെ എന്നുള്ളതാണ്. ഈ GPS വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓൺ ആണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതാണ് അർജുൻ ലോറിക്കകത്തുണ്ട് എന്ന് കരുതാനുള്ള സാധ്യത എന്ന ആദ്യഘട്ടത്തിൽ അങ്ങനെ നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഇത്തരം വലിയ ഒരു പ്രവാഹം ഈ മണ്ണിടിച്ചിലൊക്കെ വരുമ്പോൾ അർജുൻ ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള ഒരു ധൃതിയിൽ, രക്ഷപ്പെടാനുള്ള ഒരു വളരെ കഠിനമായ പരിശ്രമത്തിൽ ലോറി എഞ്ചിൻ ഓഫാക്കാതെ തന്നെ ഇറങ്ങാനുള്ള പശ്ചാത്തലമൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കുന്നുണ്ട്. അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോഴും മണ്ണിടിച്ചിലിനൊപ്പം വീഴാനുള്ള രണ്ടാമത് സാധ്യതയുണ്ട്. അതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ പറഞ്ഞ പുഴയിൽ പോലും അർജുൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. ചിലപ്പോൾ ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇത്തരം രണ്ടു സാധ്യതകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ലോറി ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ലോറി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഈ ഡീപ്പ് ഡൈവേഴ്സിന് ഈ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങി ഈ ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞാൽ മാത്രമേ അവിടെ പോയി ഈ ലോറിയിലെ കൊളുത്തൊക്കെ ഇട്ട് ലോറിയെ പൊക്കി മുകളിലേക്ക് കയറ്റാനുള്ള സംവിധാനം ഒരുക്കുകയുള്ളൂ. മറ്റൊന്ന്, ഈ 400ഓളം അക്കേഷ്യ മരങ്ങൾ ഈ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഈ അക്കേഷ്യ മരങ്ങൾ ഗ്രാമത്തിൽ കുറെ കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിന്റെ പുഴയോരത്ത് കണ്ടെത്തിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഒപ്പം ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തെർമൽ ഇമേജിംഗ് പരിശോധനയിലാണ് ഇതുവരെ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം പുഴയ്ക്കടിയിൽ ഇല്ല എന്നുള്ള ഒരു തീർച്ചയായും അത് ഇപ്പോഴും ആശങ്കയുയർത്തുന്ന കാര്യമാണ്.